നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് മകൻ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിയേണ്ട ചില കാര്യങ്ങളെ പ്രതിപാദിക്കാം. മകൻ നക്ഷത്രക്കാർ ത്യാഗമനസ്കരാണ്. ഇവർ പരസഹായം ചെയ്ത് ശത്രുക്കളെ കൂട്ടുന്നതാണ്. ദീർഘദൃഷ്ടിയും വിവേകവുമുള്ളവരാണ്. പഠിപ്പിക്കാൻ തൽപരരാണ്. പലവിധ അറിവ് സമ്പാദിക്കുന്നവരാണ്. ആദർശധീരരായിട്ടുള്ള ഇവർ നിസ്വാർത്ഥമായി സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നതാണ്. കാര്യപ്രാപ്തിയും ഏറ്റെടുക്കുന്ന കർമ്മങ്ങളിൽ ബുദ്ധിപരമായ മിടുക്കും ഇവർ പ്രദർശിപ്പിക്കുന്നതാണ്. ഇവർ ആത്മാഭിമാനികളാണ്. യാഥാസ്ഥിതിക വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുമായിരിക്കും. എല്ലാവരിലും ഒരു സംശയത്തിന്റെ കണ്ണ് സൂക്ഷിക്കുന്നതാണ്. ആരുടെയും ആജ്ഞാനുവർത്തിയാകാൻ ഇവർ ഇഷ്ടപ്പെടുന്നതുമല്ല. തുറന്ന് സംസാരിക്കുന്നവരും ഇന്ദ്രിയ സുഖലോലുപരുമാണ്. സമ്പന്നത ഇവരെ തേടി വരാറുണ്ട്. പ്രവർത്തികളിൽ ധൃതി കൂടുതലായിരിക്കും. നിഗൂഢ മനസ്സും ഇവർക്കുണ്ടാകും. നക്ഷത്ര ദേവത പിതൃക്കളാകയാൽ പിതൃകർമ്മങ്ങൾ നടത്തുന്ന തിരുവല്ലം, തിരുനാവായ, തിരുമുല്ലവാരം, വർക്കല, തിരുനെല്ലി, തിരുവേഗപ്പുറ തുടങ്ങിയ പോലെയുള്ള ക്ഷേത്ര ദർശനം കൂടുതൽ അനുഗ്രഹദായകമാണ്. യോഗീശ്വരൻ സമാധി ക്ഷേത്രങ്ങൾ, കാലഭൈരവ ക്ഷേത്രങ്ങൾ, പരശുരാമൻ എന്നിങ്ങനെയുള്ള പ്രതിഷ്ഠാലയങ്ങളിൽ തൊഴുന്നതും നല്ലതാണ്. ഓം പിതൃഭ്യോ നമഃ അഥവാ ഓം പിം പിതൃഭ്യോ നമഃ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് ഉത്തമമാണ്. ഓച്ചിറ പരബ്രഹ്മമൂർത്തി ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും തൊഴുത് പ്രദക്ഷിണം വയ്ക്കേണ്ടതാണ്. ശിവഭഗവാനെ ഇഷ്ടദേവനായി ആരാധിക്കുക. ശങ്കരാഷ്ടകം, കിരാത അഷ്ടകം ഇവയിൽ ഒന്ന് ജപിക്കുന്നതും ഉത്തമമാണ്. ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം നിത്യം ജപിക്കുക. പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നതും ഗണേശ മന്ത്രങ്ങൾ, സ്തുതികൾ എന്നിവയും ഗുണം ചെയ്യുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വളരെ ഗംഭീരമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.